സംയോഗം നമ്മുടെ പ്രാണനും പ്രപഞ്ച പ്രാണനും തമ്മിൽ സംയോജിപ്പിക്കുന്ന എങ്ങനെ എന്ന് പറയുന്ന മാർഗങ്ങളാണ് യോഗയിൽ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം എന്നുള്ള 7 അംഗങ്ങളും. 8ാമത്തെ അംഗമാണ് സമാധി അല്ലെങ്കിൽ മോക്ഷം. ഇപ്പോൾ ഉപനയനം, പൂണൂലിടി കർമ്മം ഉണ്ടല്ലോ. പൂണൂലിടുന്നത് ബ്രാഹ്മണനാക്കാനാണ്. ബ്രാഹ്മണനൊരു ജാതിയല്ല, ബ്രഹ്മത്തെ അറിഞ്ഞവനെന്നാണ് എൻ്റെ അർത്ഥം. അതായത് ബ്രഹ്മവുമായിട്ട് നമ്മളെ സംയോജിപ്പിക്കുന്ന, മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നതാണല്ലോ തപസ്. അപ്പൊ അതിനാണ് ഗവേഷണം എന്ന് പറയുന്നത്. അതെ അതെ, അങ്ങനെ ഏത് വസ്തു, ജീവനില്ലാത്തതോ ജീവനിൽ ഉള്ളതോ ആയിട്ടുള്ള ഏത് വസ്തുവും അതിൻ്റെ രൂപം യന്ത്രവും അതിൻ്റെ പേര് മന്ത്രവുമാണ്. അപ്പോൾ അത് തന്ത്രമാണ്. പ്രപഞ്ചത്തിലെ മുഴുവനും തന്ത്രമാണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ പിന്നെ ക്രിയായോഗയും കുണ്ടലിനി യോഗയും ചേരുന്നതാണ് തന്ത്രം. ഇന്ന് നമ്മളോടൊപ്പം താന്ത്രിക് റേക്കി ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള അമ്മിണി എസ് ഗുരുവായൂരാണുള്ളത്. മാം നമസ്കാരം. നമസ്കാരം മാം. ഞങ്ങളുടെ താന്ത്രിക് റേക്കി ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ മാം ചെയ്യുന്ന പ്രൊഫഷൻ എന്താണ്, ആരോഗ്യ മേഖലയിലാണെങ്കിലും മറ്റു കാര്യങ്ങളും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകൾ ഏറ്റവും കൂടുതലും ശ്രദ്ധയോടെ നോക്കിക്കേണ്ടത് എന്താണ് ഈ താന്ത്രിക് റേക്കി എന്ന് പറയുന്നതാണ്. അന്ന് നമ്മൾ ചെറുതായി ഒന്ന് പറഞ്ഞുപോയി. അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഈ താന്ത്രിക് റേക്കി എങ്ങനെയാണ് ഒരാളിലേക്ക് പ്രവർത്തിക്കുന്നത്, മറ്റ് റേക്കിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ? റേക്കി താന്ത്രിക്കാണ്. റീയുടെ അർത്ഥം പ്രാപഞ്ചികം എന്നും കീയുടെ അർത്ഥം ജീവശക്തിയും എന്നാണ്. പ്രാപഞ്ചിക ജീവശക്തി, അതായത് യൂണിവേഴ്സൽ വൈറ്റൽ ഫോഴ്സ് എനർജി. നമ്മുടെ തന്ത്രശാസ്ത്രം അത് തന്നെയാണ്. തന്ത്രം എന്ന് പറയുന്നെങ്കിലും അത് ഊർജ്ജതന്ത്രമാണ്. പ്രാപഞ്ചിക ഊർജ്ജ തന്ത്രം. തന്ത്രശാസ്ത്രം 2 തരം ഊർജ്ജത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സചേതനമെന്നും അചേതനമെന്നും. അചേതനമാണ് നമ്മൾ ഈ കാണുന്ന ലൈറ്റ്, സൗണ്ട്, അങ്ങനെ നമ്മൾ വീട്ടിൽ നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ കറണ്ട്, അത് ഉപയോഗിച്ചിട്ടുള്ള മറ്റെല്ലാ ഉപകരണങ്ങളും അതെല്ലാം സചേതന ഊർജ്ജതന്ത്രത്തിൽപ്പെടുന്നതാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫിസിക്സ്. ഇത് ക്വാണ്ടം ഫിസിക്സ് ആണ് ശരിക്കും. വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ എനർജിയെക്കുറിച്ച് പറയുന്ന ശാസ്ത്രം ആണ് ഈ തന്ത്രശാസ്ത്രം. പ്രപഞ്ചത്തിലെ ഊർജം നമ്മുടെ എങ്ങനെ അതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് പ്രാപഞ്ചിക ഊർജ്ജതന്ത്രത്തെക്കുറിച്ച് പറയുന്ന തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. യോഗശാസ്ത്രത്തിലും അങ്ങനെ തന്നെയാണ്. യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സംയോഗം. നമ്മുടെ പ്രാണനും പ്രപഞ്ച പ്രാണനും തമ്മിൽ സംയോജിപ്പിക്കുന്ന എങ്ങനെ എന്ന് പറയുന്ന മാർഗങ്ങളാണ് യോഗയിൽ യമനിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം എന്നുള്ള 7 അംഗങ്ങളും. 8ാമത്തെ അംഗമാണ് സമാധി അല്ലെങ്കിൽ മോക്ഷം. ഈ സംയോഗം നമ്മുടെ പ്രാണനും പ്രപഞ്ച പ്രാണനും തമ്മിൽ സംയോജിക്കുന്നത് ഇതിലൂടെയാണ്. അത് ബ്രഹ്മരന്ധ്രം എന്നാണ് ഇതിനെ പറയുക. നമ്മൾ നിറുക എന്ന് പറയുന്ന ഭാഗം ബ്രഹ്മരന്ധ്രം. അപ്പം സഹസ്രാര പത്മം എന്ന് പറയുന്ന 7ാമത്തെ ചക്രം. അത് ബ്രഹ്മരന്ധ്രം വെച്ചാൽ ബ്രഹ്മത്തിലേക്ക് തുറക്കുന്ന രന്ധ്രം, ഒരു ഹോൾ. പീനിയൽ ഗ്ലാൻഡിനെ ബ്രഹ്മഗ്രന്ഥി എന്നാണ് പറയുക, പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിക്കുന്ന 2 ഭാഗങ്ങളാണ് പീനിയൽ ഗ്ലാൻഡും ബ്രഹ്മരന്ധ്രവും. പീനിയൽ ഗ്ലാൻഡിനെ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ, സാധനകളൊക്കെ ചെയ്തു വരുമ്പോൾ ഏറ്റവും പ്രവർത്തനക്ഷമം ആയി വരുന്ന ഒരു ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. മോഡേൺ സയൻസിൽ അതിനെ ഉറക്കത്തിനെ സഹായിക്കുന്ന മെലറ്റോണിൻ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പ്രപഞ്ച ഊർജത്തെ കൊണ്ടും നമ്മളിൽ എങ്ങനെയാണ് പരിവർത്തനം സംഭവിപ്പിക്കേണ്ടത്, നമ്മുടെ ഒരു ഊർജത്തിൻ്റെ തലം എങ്ങനെ വ്യത്യാസപ്പെടുത്താം എന്ന് പറയുന്ന അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ കാണിച്ചു തരുന്ന ശാസ്ത്രമാണ് യോഗശാസ്ത്രം. അതിൽ തന്നെ പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം മുതലായവ ചേർന്നാണ് ക്രിയായോഗ എന്ന് പറയുന്നത്. കുണ്ടലിനി യോഗ എന്ന് പറയുമ്പോൾ കുണ്ടലിനി ശക്തി, മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ നമ്മൾ ഉണർത്തി ഉദ്ധാപനം ചെയ്ത് ഓരോ ചക്രങ്ങളെയും ജയിച്ച് ഉദ്ധാപനം ചെയ്ത് സഹസ്രാരത്തിലെത്തിക്കുകയും അവിടുന്ന് ഈ ബ്രഹ്മരന്ധ്രം വഴി യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നു എന്നാണ് കുണ്ടലിനി ശക്തിയുടെ. അപ്പം ഒരു ക്രിയായോഗി അല്ലെങ്കിൽ കുണ്ടലിനി പ്രാണായാമം, കുണ്ടലിനി ധ്യാനം അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം, ഇതെല്ലാം ശരിക്കും ഈ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിക്കുക, പ്രപഞ്ചവുമായിട്ട് ലയിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിനെല്ലാം ഉള്ളത്. യോഗശാസ്ത്രം കൊണ്ട് നമ്മൾ അനേകം കാലം കൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് എത്തുക. തന്ത്രശാസ്ത്രം കൊണ്ട് സഹസ്രാരം ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ദീക്ഷ തന്നെ. ഇപ്പോൾ ഉപനയനം, പൂണൂലിടി
കർമ്മമുണ്ടല്ലോ, പൂണൂലിടുന്നത് ബ്രാഹ്മണനാക്കാനാണ്. ബ്രാഹ്മണൻ ഒരു ജാതിയല്ല, ബ്രഹ്മത്തെ അറിഞ്ഞവനെന്നാണ് എൻ്റെ അർത്ഥം. അതായത് ബ്രഹ്മവുമായിട്ട് നമ്മളെ സംയോജിപ്പിക്കുന്ന ആ ഒരു ക്രിയയിലൂടെ, തന്ത്രദീക്ഷയാണത്, ആ ക്രിയയിലൂടെ പ്രാണശക്തിയെ, കുണ്ടലിനി ശക്തിയെ പ്രപഞ്ചവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കർമ്മം ആണ് ഈ ഉപനയനം. പക്ഷെ അത് എല്ലാ മനുഷ്യരും ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു വിഭാഗം മാത്രം ആളുകൾ ചെയ്യുന്നു, അതും പുരുഷന്മാർ മാത്രം. അവർ പിന്നെ പൂജകൾ ചെയ്യുന്നു. ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് തന്ത്രശാസ്ത്രപ്രകാരം ആണ്. പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന ഈ തന്ത്രദീക്ഷയ്ക്ക് അതുപോലെ തന്നെയാണ് തന്ത്രദീക്ഷ. നമ്മൾ മനുഷ്യരിൽ റെക്കിയുടെ ദീക്ഷയും ഈ പ്രാണപ്രതിഷ്ഠ പോലെ തന്നെ, അല്ലെങ്കിൽ ഉപനയനം പോലെ ഉള്ള തന്ത്രദീക്ഷ തന്നെയാണ്. ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഒരു മനുഷ്യൻ. ദേവത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആ പവറാണത്, നമ്മുടെ ഉള്ളിലെ പവർ. മന്ത്രം ജപിക്കുമ്പോൾ അത് ദേവതയായി മാറുമെന്ന് പറയും. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവതയോടെ സങ്കല്പിച്ചിട്ടുണ്ട്, കൃഷ്ണൻ അല്ലെങ്കിൽ ശിവൻ, ഗണപതി, അയ്യപ്പൻ, അങ്ങനെ ദേവത അവിടെ സങ്കല്പിച്ചിട്ടുണ്ട്. അതിന് ബീജമന്ത്രങ്ങളുമുണ്ട്. ആ ബീജമന്ത്രം ജപിക്കുമ്പോൾ അത് ദേവതയായി മാറുക ചെയ്യുക എന്ന് വെച്ചാൽ എനർജിയുടെ ഒരു സംഘാതം ആണ്. അപ്പം നമ്മളുടെ ബോഡി എങ്ങനെയാണോ എനർജിയുടെ സംഘാതമായിട്ടിരിക്കുന്നത്, ഇതൊരു എനർജി മാത്രമാണല്ലോ ശരീരം. എല്ലാ വസ്തുക്കളും, മാറ്റർ ഈ സോളിഡ് എനർജി എന്ന് പറയും. എല്ലാ വസ്തുക്കളും എനർജിയാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മളവിടെ മന്ത്രം കൊണ്ടൊരു എനർജിയുടെ സംഘാതത്തെ ഉണ്ടാക്കുകയാണ്. പ്രത്യേകതരം ഫ്രീക്വൻസിയാണ്. അതാണ് ഈ ഓരോ ദേവതയ്ക്കും പ്രത്യേക ബീജമന്ത്രങ്ങൾ അതിനു വേണ്ടിയാണ്. ആ ബീജമന്ത്രം ഉരുവിടുമ്പോൾ പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള എനർജിയുടെ ഒരു സംഘാതം ഉണ്ടാകുന്നു. അതിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നു. ആ പ്രതിഷ്ഠ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ രൂപം ആണ് അവിടെ ഉണ്ടാവുക. ഇനി വേറൊരു ദേവതയാണ് ഗണപതി, അയ്യപ്പൻ എന്ന് പറയുന്നത് പോലെ ദേവതയാണെങ്കിൽ അതിന് പ്രത്യേകം ബീജമന്ത്രമാണ്. അപ്പോൾ ആ ബീജമന്ത്രം നിരന്തരം ഉരുവിടുമ്പോഴുണ്ടാകുന്ന ആ എനർജിയുടെ ഒരു സംഘാതം, അതാണ് ദേവത. നമ്മളവിടെ ചെന്ന് ഓരോ ക്ഷേത്രത്തിൻ്റെയും ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെന്ന് നമ്മൾ തൊഴുമ്പോൾ ആ എനർജീനെ നമ്മൾ സ്വീകരിച്ചിട്ട് പോകുന്നു. അപ്പോൾ വീണ്ടും അവിടെ പൂജ ചെയ്ത് വീണ്ടും ആ എനർജി ഉണ്ടാക്കും. ഇപ്പോൾ ശ്രീകോവിലിൻ്റെ രൂപം തന്നെ, മേൽക്കൂര നമ്മുടെ ഒരു ത്രികോണാകൃതിയിലാണ്, അത് പിരമിഡ് ആകൃതിയാണ്. പിരമിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് നേരം എനർജീനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് പിരമിഡ് ആകൃതിക്കുള്ള പ്രത്യേകത. നമ്മൾ പിരമിഡ് അല്ലാതെ കേട്ടിട്ടുണ്ടല്ലോ, മമ്മീസ്. കാരണം എനർജി അവിടെ കൂടുതൽ സമയം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പിരമിഡ് ആകൃതിയും അതിന് മമ്മീസിനെ സൂക്ഷിക്കുന്ന ഈജിപ്തിൽ, അല്ലേ? അപ്പോൾ ക്ഷേത്രങ്ങളുടെയും മേൽക്കൂര അങ്ങനെ തന്നെയാണ്. നമ്മളും അതുപോലെ റെക്കി ഹീലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് സാധനകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിരമിഡിൻ്റെ ഉള്ളിൽ നിർത്തും 7 ചക്രാസും. അങ്ങനെ നമ്മൾ റെക്കിയിലും ചെയ്യാറുണ്ട്. എന്നും പ്രാക്ടീസ് ചെയ്യുന്നവർ ഈ പിരമിഡിൻ്റെ ഉള്ളിൽ നിർത്താറുണ്ട്. അത് വരയ്ക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ദീക്ഷ എന്ന് പറയുമ്പോൾ സാങ്കല്പികമായി, മനസ്സുകൊണ്ടല്ല, നമ്മൾ കൈകൊണ്ട് വരയ്ക്കും. റെക്കി പ്രാക്ടീനേഴ്സ് കൈ ഇങ്ങനെയാണ് വയ്ക്കുക. കാരണം ഇത് ചക്രങ്ങളാണ്, ഈ വിരലിൻ്റെ അറ്റമെല്ലാം ചക്രങ്ങളാണ്. അപ്പോൾ അതിലൂടെയാണ് റെക്കി ദീക്ഷ കൊടുക്കുമ്പോൾ കയ്യിലെ ചക്രങ്ങൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ സഹസ്രാരത്തിലൂടെ ഇതിനെ നമ്മൾ സ്വീകരിക്കും, മനസ്സുകൊണ്ട് നമ്മൾ സങ്കല്പിക്കും. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ നിറയുന്നു. പിന്നെ ഇതിലൂടെ മാത്രം, ഇപ്പം നമ്മുടെ ബോഡിയിൽ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കൈ വെച്ചാലേ അവിടെ കിട്ടുകയുള്ളൂ. കയ്യിലൂടെ അത് പുറത്തേക്ക് വരുള്ളൂ. കണ്ണിലൂടെയും വരാം. അപ്പോൾ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന കയ്യിലൂടെയാണ്. കണ്ണിലൂടെ ചെയ്യണമെങ്കിൽ അത് വേറൊരു രീതിയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ തന്ത്രദീക്ഷയിലൂടെ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്നു. അങ്ങനെ ആ പ്രപഞ്ച ശക്തിയിൽ നിന്നും നമുക്ക് ആ എനർജീനെ ആവാഹിക്കണമെങ്കിൽ ഈ ദീക്ഷ കിട്ടണം. ആ ദീക്ഷാപ്രകരണം പ്രത്യേക പ്രൊസീജിയറാണത്. അങ്ങനെ അതിലൂടെ നമുക്ക് ആ യൂണിവേഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, കുണ്ടലിനി ശക്തി ഉണർത്തുന്നു, സഹസ്രാരം ഓപ്പൺ ചെയ്യുന്നു, യൂണിവേഴ്സ് എനർജി നമുക്ക് എടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. കയ്യിലെ ചക്രങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് എനർജിയെ കയ്യിലൂടെ കൊടുക്കാം. ഇത് തന്ത്രം എന്ന് പറയുമ്പോൾ യന്ത്രവും മന്ത്രവും ചേരുന്നതാണ് തന്ത്രം. അപ്പോൾ യന്ത്രം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇതിൻ്റെ തന്നെ ഭാഗം ആണ്, തന്ത്രത്തിൻ്റെ ഭാഗം ആണ്. ഈ ശരീരം യന്ത്രവും നമ്മളുടെ പേര് മന്ത്രവും. അങ്ങനെ ഏത് വസ്തു, ജീവനില്ലാത്തതോ ജീവനിൽ ഉള്ളതോ ആയിട്ടുള്ള ഏത് വസ്തുവും അതിൻ്റെ രൂപം യന്ത്രവും അതിൻ്റെ പേര് മന്ത്രവുമാണ്. അപ്പോൾ അത് തന്ത്രമാണ്. പ്രപഞ്ചത്തിലെ മുഴുവനും തന്ത്രമാണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ പിന്നെ ക്രിയായോഗയും കുണ്ടലിനി യോഗയും ചേരുന്നതാണ് തന്ത്രം. അപ്പോൾ ഇതെല്ലാം ചേരുന്ന തന്ത്രശാസ്ത്രം തന്നെയാണ് റെക്കിയും. കാരണം നമ്മുടെ ഭാരതത്തിലെ തന്ത്രവും
ബൗദ്ധതന്ത്രവും എല്ലാം കൂടി ജപ്പാനിലുള്ള മിക്കാവോ ഉസുയി, അദ്ദേഹം ഒരു അഭിനവ ഋഷിയാണ്. അദ്ദേഹം ഇതെല്ലാം പഠിക്കുകയും നമ്മുടെ നാട്ടിൽ തന്നെ ഭാരതത്തിലും തിബറ്റിലുമായിട്ട് 18 വർഷത്തോളം അദ്ദേഹം ജീവിക്കുകയും ഈ സംസ്കൃതം പഠിച്ചു, നമ്മുടെ തന്ത്രമെല്ലാം പഠിച്ചു. പിന്നെ തിബറ്റിലെ ലാമയോടൊപ്പം അദ്ദേഹം ജീവിച്ചു അനേകകാലം. അങ്ങനെ ഇതെല്ലാം പഠിച്ചു. പിന്നെ ജപ്പാനിൽ മഹാവൈരോചന തന്ത്രം, പിന്നെ ബൗദ്ധതന്ത്രമായിട്ടുള്ള ലോട്ടസ് സൂത്ര, മഹായാനതന്ത്രം, അങ്ങനെയുള്ള ഇതെല്ലാം പഠിച്ചതിന് ശേഷം അദ്ദേഹം അതിൽ അദ്ദേഹം ഗവേഷണം ചെയ്തു. തപസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നതാണല്ലോ തപസ്. അപ്പൊ അതിനാണ് ഗവേഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു റിസർച്ച് തന്നെയാണ്. അതെ, നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ലൈറ്റ് കണ്ടുപിടിച്ചു അല്ലേ, അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം, ആ കണ്ടുപിടുത്തം ആളുടെ മനസ്സിലൊരു ആദ്യം ഒരു ചിന്ത ഉണ്ടാവുകയാണ്, അതിനെക്കുറിച്ചൊരു തോട്ട് വന്നു, അതിനകത്ത് തന്നെ നിരന്തരം മനനം ചെയ്യാന്ന് പറയും. നിരന്തരം അങ്ങനെ ചിന്തിച്ചാണ് ആ ഒരു തത്വത്തിലേക്ക് എത്തുക അല്ലേ. ഒരു ചിന്തയാണ് ആദ്യം വന്നത്, പിന്നെ മനസ്സുകൊണ്ടാണത് രൂപപ്പെടുത്തുന്നത്. മനസ്സിലാണ് ആദ്യം ഉണ്ടാവുന്നത്. ശരിക്കും ഈ ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങൾ, അറിവുകൾ മുഴുവനും ആരുടെയൊക്കെയോ മനസ്സിലാണ് ആദ്യം ബീജാപാപം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം നിരന്തരമായ മനനത്തിലൂടെ അവരുടെ ചിന്തകൾക്ക് രൂപം ഉണ്ടാക്കുകയാണ് ചെയ്തത്. വിമാനം കണ്ടുപിടിച്ചു. ആ വിമാനം അല്ലേ ആരുടെയോ ഉള്ളിൽ തോന്നിയൊരു തോട്ടാണത്, പിന്നെ അതിലേക്ക് എത്തിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു നോക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ വർഷങ്ങളുടെ ഒരു തപസ്സാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു രീതിയിലേക്ക് ഈ മുഴുവൻ തന്ത്രത്തിൻ്റെയും എസൻസ് ആയിട്ട് അതിനെ കൊണ്ടുവരാൻ. അപ്പോൾ സാധാരണ തന്ത്രശാസ്ത്രം നമ്മളിവിടെ ഹോമവും പൂജകളും ഒക്കെ ചെയ്യാറില്ലേ, അപ്പോൾ അതും ഈ രീതിയിലാണ്, തന്ത്രശാസ്ത്രത്തിൻ്റെ രീതിയിൽ യന്ത്രവും മന്ത്രവും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഫലമുണ്ട്. പക്ഷേ ഇത് ഒരു ഹീലിംഗ് പ്രോസസ്സ് കൂടെ ആയിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ശരീരം മുഴുവൻ എനർജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ എനർജിയുടെ ബ്ലോക്കാണ് രോഗങ്ങൾക്കെല്ലാം കാരണം. അപ്പോൾ അത് മാനസികമായിട്ടുള്ള ബ്ലോക്ക് ആവാം, ശാരീരികമായിട്ടുള്ളതാവാം. അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ എനർജി നമ്മുടെ ശരീരം മുഴുവൻ ഒരു മന്ദതാളത്തിലാണ് പോകുക. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണല്ലോ നമ്മുടെ ഓരോ കോശങ്ങളും. ഇപ്പോൾ ബ്രെയിനിലാണെങ്കിൽ ബ്രെയിനിൻ്റെ പ്രവർത്തന ഫലമായിട്ട് അവിടെ ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവുന്നുണ്ട്. അതിനെ അളക്കാനാണ് EEG, ഇലക്ട്രോ എൻസെഫലോ ഗ്രാം. ബ്രെയിനിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയെക്കാളും 60 മടങ്ങ് ശക്തമാണ് ഹാർട്ടിൽ നിന്നും ഉണ്ടാകുന്ന പവർ.